പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ദൈവിക സംരക്ഷണത്തെ പറ്റിയിട്ടാണ്. ദൈവിക സംരക്ഷണം കർത്താവിൽ നമ്മൾ ചോദിച്ചു വാങ്ങണം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതിഗംഭീരമായ പ്രയാസങ്ങളുടെയും പീഡനങ്ങളുടെയും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ചോദിച്ചു വാങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. സഭ അംഗീകരിച്ച ഒരുപാട് പ്രാർത്ഥനകൾ നമ്മുടെ ഇടയിലുണ്ട്. കർത്താവിൻ്റെ സംരക്ഷണം, സങ്കീർത്തനങ്ങൾ 91, വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന, ഭാഗ്യപ്പെട്ട മാർ യോസേപ്പിനോടുള്ള പ്രാർത്ഥന, മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന, വിമലഹൃദയ പ്രതിഷ്ഠ, ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കൊരുപാട് ദൈവിക സംരക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനായിട്ടുള്ള കാര്യം, ബ്ലാക്ക് മാസിനൊക്കെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട അവർ പറയുന്നത്, അതായത് ഈ ലോകത്തു നിന്നും വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന എടുത്തു മാറ്റുക എന്നുള്ളതാണ് അവർ ഒന്നാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന എത്രയും പവർഫുള്ളാണെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ആത്മാവിലും പവർഫുള്ളായിരിക്കണം. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ദൈവത്തിൻ്റെ സംരക്ഷണം ചോദിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്നും സംഭവിക്കത്തില്ല. അവിടെ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ദൈവം വരും. ഒരു ശക്തിക്ക് നമ്മൾ തൊടാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ജാഗരൂകരായിരുന്നുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രാർത്ഥന ദിവസവും ചൊല്ലി ദൈവത്തിൻ്റെ സംരക്ഷണം ചോദിച്ച് വാങ്ങി കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് ശ്രമിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.